ATMിൽ നിക്ഷേപിക്കാൻ കൊണ്ടുപോകുകയായിരുന്ന പണം യുവാവിനെ കാറിൽ കെട്ടിയിട്ട് കവർന്നു എന്നത് ആസൂത്രിതമായ തിരക്കഥയെന്ന് പോലീസ്. കവർച്ച നടത്തിയ സംഭവത്തിൽ പരാതിക്കാരനായ തീക്കോടി സ്വദേശി സുഹൈലിനെയും കൂട്ടാളി യാസറിനെയും കൊയിലാണ്ടി പോലീസ് കസ്റ്റഡിയിലെടുത്തു. പരാതിക്കാരന്റെ സുഹൃത്തായ കൂട്ടുപ്രതി താഹയെ അറസ്റ്റ് ചെയ്തു. പ്രതികൾ കവർന്ന 62 ലക്ഷത്തിൽ 37 ലക്ഷം രൂപ കണ്ടെത്തി. സിനിമയെ വെല്ലുന്ന തിരക്കഥയൊരുക്കിയാണ് പരാതിക്കാരനായ കോഴിക്കോട് തിക്കോടി സ്വദേശിയും ATM കമ്പനി ജീവനക്കാരനുമായ സുഹൈൽ കൂട്ടാളികളുടെ സഹായത്തോടെ 62 ലക്ഷം രൂപ കവർന്നെടുത്തത്. ഇന്ത്യ 1 ATMിൽ നിറയ്ക്കാനായി കാറിൽ പണം കുരുടിമുക്ക് ഭാഗത്തേക്ക് കൊണ്ടുപോകവേ അരിക്കുളം പഞ്ചായത്ത് ഓഫീസ് കഴിഞ്ഞ് 2 പേർ കവർച്ച നടത്തിയെന്നായിരുന്നു സുഹൈലിന്റെ പരാതി. പർദ്ധധാരികളായ 2 പേർ കാറിന് മുൻപിലേക്ക് ചാടി വീണ് തന്റെ ദേഹമാസകലം മുളകുപൊടി വിതറി ബന്ദിയാക്കി പണം കവർന്നു എന്നാണ് സുഹൈൽ പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. എന്നാൽ ഇത് ആസൂത്രിത തിരക്കഥയുടെ അടിസ്ഥാനത്തിൽ കെട്ടിച്ചമച്ച സംഭവമാണെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി. ഇതോടെയാണ് സുഹൈലിനെയും കൂട്ടാളികളും തിക്കോടി സ്വദേശികളുമായ താഹ, യാസിർ എന്നിവരെയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തത്. സുഹൈലിന്റെ കണ്ണിൽ മുളകുപൊടി വിതറാതിരുന്നതും മറ്റ് സാഹചര്യങ്ങളും പരാതിക്കാരനിലേക്ക് തന്നെ അന്വേഷണം നീളാൻ കാരണമായി. CCTV ദൃശ്യങ്ങൾ കൂടി പരിശോധിച്ചതോടെ പരാതി കള്ളമാണെന്ന് ബോധ്യപ്പെട്ടു. പോലീസിനെയും നാട്ടുകാരെയും കബളിപ്പിച്ച് പണം ഉപയോഗിക്കുകയായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്ന് കോഴിക്കോട് റൂറൽ SP നിധിൻ രാജ് വ്യക്തമാക്കി. ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു കാറിൽ കൈകെട്ടിയിട്ട് പെപ്പർ സ്പ്രേ ഉപയോഗിച്ചുകൊണ്ട്, മുളകുപൊടി ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു സീൻ സൃഷ്ടിച്ചുകൊണ്ട് പൊതുജനങ്ങളെയും പോലീസിനെയും കബളിപ്പിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു റോബറി നടന്നു എന്ന് പറയുകയും അതുവഴി ആ എമൗണ്ട് അവർക്ക് പിന്നീട് ഉപയോഗിക്കാൻ വേണ്ടി കഴിയും എന്നുള്ളൊരു ധാരണയിലാണ് ഇങ്ങനെ ഒരു ഡ്രാമ അവർ പ്ലാൻ ചെയ്തതെന്നുള്ളതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. അന്നേ ദിവസം പല ബാങ്കുകളിൽ നിന്നുമായിട്ട് 62 ലക്ഷം രൂപയോളം സുഹൈൽ വിഡ്രോ ചെയ്തതായിട്ട് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. പ്രതികൾ നേരത്തെയും ഇത്തരത്തിൽ പണം കവർന്നിട്ടുണ്ടോ എന്ന കാര്യം പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ ATM ഏജൻസിയും പരാതി നൽകിയിട്ടുണ്ട്. വടകര DYSP R ഹരിപ്രസാദിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം നടന്നത്. കൊയിലാണ്ടി പോലീസ് ഇൻസ്പെക്ടർ ശ്രീലാൽ ചന്ദ്രശേഖർ, SI ജിതേഷ് എന്നിവരാണ് പ്രതികളെ പിടികൂടിയത്. റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.